ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. നമ്മുടെ യൂണിക്കോൺ BS6 മോഡൽ വണ്ടി സ്റ്റാർട്ടിങ് കംപ്ലൈൻ്റ് ആയിട്ട് വന്നതാണ്. അപ്പോൾ നമ്മളത് ചെക്ക് ചെയ്ത് നോക്കുമ്പോണ്ടല്ലോ നമുക്ക് 1-2 കംപ്ലയിൻസുകളുണ്ട്. ഒന്ന് നമുക്ക് ബാറ്ററിയൊക്കെ നമ്മൾ സെൽഫ് അടിച്ച് ഒരുപാട് ചാർജ് ഇറങ്ങിപ്പോയേക്കാം. അപ്പോൾ ഞാനത് ചാർജിലിട്ടേക്കാണ്. പിന്നെ അത് കൂടാതെ കൊണ്ട് നമുക്ക് അതിൻ്റെ ഫിൽറ്ററിൻ്റെ ഭാഗമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി അഴിച്ചാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് അത്യാവശ്യം അഴുക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. പേപ്പർ ടൈപ്പ് ഫിൽറ്ററാണ്. അപ്പോൾ അത് നമുക്കത് കൈയോടെ മാറ്റിയിടാം, മാറ്റി യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ പമ്പൊന്ന് ക്ലീൻ ചെയ്തിട്ട് ഫിൽറ്റർ മാറ്റി ഒന്ന് റീസെറ്റ് ചെയ്തിടാം. പിന്നെ നമുക്ക് ടാങ്ക് ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്തിട്ടുണ്ട്. കാരണം ടാങ്കിനകത്ത് കുറച്ചൊരു പൊടി പോലൊരു ഐറ്റം നമുക്ക് ഈ ഫിൽറ്ററിൽ വന്നതുകൊണ്ട് ഞാൻ ഫിൽറ്ററിനകത്തൊരു ചെറിയ തരി പോലെ ഇവിടെ നോക്കുമ്പോൾ അറിയാൻ പറ്റും ഇതിനകത്ത് മണ്ണുണ്ട്. അപ്പോൾ അത് കാരണം ടാങ്കും കൂടി ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്യണം കേട്ടോ. ടാങ്കിൽ പെട്രോളില്ല, പെട്രോൾ കുറവാണ്, നിസ്സാരമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ശരിക്കും ഈ മോഡൽ വണ്ടിയിൽ അറിയാമല്ലോ, നമുക്ക് റിസർവ് അങ്ങനെ മെയിൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ പെട്രോൾ കറക്റ്റായിട്ട് നമ്മൾ ഏറ്റവും ചുരുങ്ങിയത് ഒരു 1.5 ലിറ്റർ എന്തെങ്കിലും മെയിൻറ്റെയിൻ ചെയ്യണം കേട്ടോ. ഇപ്പോൾ ഇതിനകത്ത് ലെവൽ നിസ്സാരമുള്ളൂ. അപ്പോൾ പെട്രോൾ കുറച്ച് ഫില്ല് ചെയ്യേണ്ടി വരും കേട്ടോ. 200 രൂപയുടെ പെട്രോൾ എന്തെങ്കിലും അടിക്കേണ്ടി വരും അതിനകത്ത്. പിന്നെ ത്രോട്ടിൽ ബോഡി ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്യാനുണ്ട്. ത്രോട്ടിൽ ബോഡിയുടെ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഈ വന്ന ഭാഗത്ത് വന്നത് അതിൻ്റെ ഉള്ളിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ കാർബണുണ്ട്. അപ്പോൾ കാർബണൊക്കെ ഒന്ന് ശരിക്കും ഒന്ന് ക്ലീൻ ചെയ്തിട്ട് നമുക്കൊന്ന് റീസെറ്റ് ചെയ്തിട്ടേക്കാം. ഈ പ്ലഗ് ഒന്ന് മാറ്റിയിടണം കേട്ടോ. കാരണം പ്ലഗും ഈ പറഞ്ഞ രീതിയുടെ പോയിൻ്റ് ചെറിയൊരു പ്രോബ്ലം കാണിക്കുന്നുണ്ട്. അപ്പോൾ പ്ലഗ് ചേഞ്ച് ചെയ്യുക, അതേപോലെ ത്രോട്ടിൽ ബോഡി ക്ലീനർ ഉപയോഗിച്ച് ക്ലീൻ ചെയ്യുക, ഓയിൽ ഫിൽറ്റർ ക്ലീൻ ചെയ്യുക, ഫ്യൂൽ ഫിൽറ്റർ, പെട്രോളിൻ്റെ ഫിൽറ്റർ ഒന്ന് ക്ലീൻ ചെയ്ത് ഇട്ട് നോക്കാം. പറ്റില്ലെങ്കിൽ നമുക്ക് ആ ഫിൽറ്റർ മാറ്റണം കേട്ടോ. എയർ ഫിൽറ്റർ ഞാൻ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചു. എയർ ഫിൽറ്റർ മതി, ക്ലീൻ ചെയ്തിട്ടാൽ മതി, വേറെ കുഴപ്പമില്ല. അപ്പോൾ നിലവിൽ നമുക്ക് ആ കംപ്ലയിൻ്റാണ് പറഞ്ഞേക്കണേ. അപ്പോൾ അത് മാത്രമാണ് നമ്മൾ നോക്കണം കേട്ടോ. മറ്റേ ത്രോട്ടിൽ ബോഡി ഒന്ന് ക്ലീൻ ചെയ്ത് തരുന്നുണ്ട്. അതേപോലെ തന്നെ ഫ്യൂലിൻ്റെ പെട്രോളിൻ്റെ ഫിൽറ്റർ ക്ലീൻ ചെയ്ത് നോക്കാം. നടപടി ആയില്ലെങ്കിൽ നമുക്കിത് മാറ്റിയിടേണ്ടി വരും. കാരണം ഒരു മണൽത്തിരി പോലെ ഒരു സംഭവം വന്നിട്ടുണ്ട് അതിനകത്ത്. അതുകൊണ്ടാണ് പിന്നെ ഞാനത് വേണമെന്ന് ചോദിച്ചതിൻ്റെ കേസ്. പിന്നെ ടാങ്ക് ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്യാണ്ട് പെട്രോൾ അടിക്കേണ്ടത് കേട്ടോ. ഇത്രയും ഭാഗമാണ് നമുക്കിതുമായി ബന്ധപ്പെട്ട് ചെയ്യേണ്ടി വന്നത്. അപ്പോൾ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് അപ്ഡേറ്റ് ചെയ്തെന്നുള്ളൂ. അതിൻ്റെ എസ്റ്റിമേറ്റും കാര്യങ്ങളൊക്കെ വാട്സാപ്പിലേക്ക് ഓൾറെഡി നിങ്ങൾക്ക് ഇവിടെ സെൻഡ് ചെയ്ത് തരും കേട്ടോ. അവിടെ നിന്ന് നമ്മുടെ വണ്ടിയുടെ വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒന്ന് നമുക്ക് ബാറ്ററി ഫുൾ ചാർജ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഈ ഓയിൽ പെട്രോൾ ഫിൽറ്റർ ഉണ്ടല്ലോ, ഫ്യൂൽ പമ്പിൻ്റെ ഫിൽറ്റർ നമ്മൾ മാറ്റിയേക്കാം കേട്ടോ. കാരണം അത് അത്യാവശ്യം അഴുക്കുണ്ട്. അപ്പോൾ നമ്മളത് മാറ്റി പുതിയത് സെറ്റ് ചെയ്തതാണ്. 306 രൂപയാണ് നമുക്കതിന് കോസ്റ്റ് വരാം. 306 രൂപ കേട്ടോ. പിന്നെ നമുക്ക് ടാങ്കൊക്കെ ഫുള്ളായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ആ അടിയിലുണ്ടായ അഴുക്കുണ്ടായ പെട്രോൾ കളഞ്ഞിട്ട് 200 രൂപയുടെ പെട്രോൾ അടിച്ചിട്ടുണ്ടായിരുന്നു അതിനകത്ത്. പിന്നെ അതേപോലെ തന്നെ പ്ലഗ് നമ്മൾ ചേഞ്ച് ചെയ്തിട്ടാണ്. സ്പാർക്ക് പ്ലഗും പുതിയതിട്ടാണ് കേട്ടോ. അപ്പോൾ പ്ലഗ് വരുമ്പോഴത്തേക്ക് നമുക്ക് പിന്നെ പ്ലഗ് വരാം 203 രൂപ 204 രൂപയാണ് കേട്ടോ പ്ലഗിൻ്റെ റേറ്റ് തന്നെ. 204 കേട്ടോ. അത്രയും കേസാണ്. പിന്നെ ഓയിലൊക്കെ ലെവൽ നമ്മൾ ചെക്ക് ചെയ്തിരുന്നു, കുഴപ്പമൊന്നുമില്ല. ടയറിൻ്റെ എയർ പ്രഷർ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ടുണ്ട്. ചെയിൻ ചെറുതായിട്ട് ലൂസ് ഉണ്ടായിരുന്നു, അത് ടൈറ്റ് ചെയ്തിട്ടുണ്ട്. അതൊക്കെയാണ് മെയിനായിട്ട് ചെയ്തേക്കണം അവർക്ക് കേട്ടോ. ടാങ്ക് ക്ലീൻ ചെയ്ത് പെട്രോൾ ഫില്ല് ചെയ്തിട്ടുണ്ട്. 200 രൂപയുടെ പെട്രോൾ ഫില്ല് ചെയ്തിട്ടുണ്ട്. പ്ലഗ് മാറ്റിയിട്ടുണ്ട്. പിന്നെ ഈ ത്രോട്ടിൽ ബോഡി ഫുള്ളായിട്ട് അഴിച്ച്, ത്രോട്ടിൽ ബോഡി യൂണിറ്റ് ഫുള്ളായിട്ട് അഴിച്ച് കാർബറേറ്റർ ക്ലീനർ, ആ ത്രോട്ടിൽ ബോഡി ക്ലീനർ പമ്പൊക്കെ ക്ലീൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു സ്പ്രേ ആണ്. അപ്പോൾ അത് വെച്ചിട്ട് ഫുള്ളായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട്. ബാറ്ററി ചാർജ് ചെയ്ത് കയറ്റിയിട്ടുണ്ട്. ഫ്യൂൽ പമ്പിൻ്റെ ഫിൽറ്ററൊക്കെ മാറ്റി റീസെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ബില്ല് ഡീറ്റെയിൽസൊക്കെ ഓഫീസിൽ നിന്ന് കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ.